ഹോർമൂസ് ഇടനാഴിയിലെ തടസ്സങ്ങളിൽ വലയുന്ന ഇന്ത്യയ്ക്ക് ആശ്വാസമായി രാജ്യത്തെ മുൻനിര ഓയിൽ കമ്പനികൾ വടക്കേ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിൽ പുതിയ എണ്ണ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഓയിൽ ഇന്ത്യയും ഉൾപ്പെടുന്ന കൺസോർഷ്യം ലിബിയയിലെ ഖഡാമസ് എണ്ണത്തടത്തിലെ 95/96 കോൺട്രാക്ട് ഏരിയയിലാണ് ഉൽപാദന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. 2 ഇന്ത്യൻ കമ്പനികൾക്കും 25% വീതം ഓഹരി പങ്കാളിത്തമുള്ള തടത്തിന്റെ ഓപ്പറേറ്റർ അൾജീരിയയിലെ സൈപെക്സ് ആണ്. വിപുലമായ ഹൈഡ്രോ കാർബൺ ശേഖരമുള്ള മേഖലയിൽ ദീർഘകാലമായി ഇന്ത്യൻ കൺസോർഷ്യം പര്യവേഷണം നടത്തുന്നുണ്ട്. ഈ മേഖലയിൽ 6ാമത്തെ എണ്ണക്കിണർ കുഴിച്ചപ്പോഴാണ് 8440 അടിയിൽ പ്രകൃതിവാതകവും ക്രൂഡും കണ്ടെത്തിയത്. പരീക്ഷണത്തിൽ പ്രതിദിനം 130 ലക്ഷം ക്യൂബിക് അടി വാതകവും 327 ബാരൽ സാന്ദ്രീകൃത എണ്ണയും കണ്ടെത്തിയെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയിലെ ഇന്ധന കമ്പനികൾ ആഗോളതലത്തിൽ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെയും തന്ത്രപ്രധാന രാജ്യാന്തര പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടുത്തുന്നതിന്റെയും പ്രതിഫലനമാണ് പുതിയ കണ്ടുപിടുത്തമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ലിബിയയിൽ ഉൽപാദനം ആരംഭിച്ചാൽ ഹോർമൂസ് ഒഴിവാക്കി ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തിക്കാനാകും. ലോകത്തിലെ 5-1 ചരക്കു ഗതാഗതം കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് ഇടനാഴി ഇറാൻ അടച്ചതോടെ ഇന്ത്യ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ലിബിയയിൽ നിന്നും മെഡിറ്ററേനിയൻ സീ, സൂയസ് കനാൽ, റെഡ് സീ വഴി അറബിക്കടലിൽ എത്താൻ കപ്പലുകൾക്ക് കഴിയും. 15 മുതൽ 30 ദിവസം വരെയാണ് യാത്രാ സമയം. ബേസിനിലെ 5ാമത്തെ എണ്ണപ്പാടമായ ലിബിയയിലെ ദേശീയ കമ്പനിയായ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ ഈ തടത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകി. 8 എണ്ണക്കിണറുകളാണ് ഇവിടെ പര്യവേഷണത്തിലുള്ളത്. ഇതിൽ 5 എണ്ണം കുഴിച്ചു. 2012, 2014 വർഷങ്ങളിൽ 4 കിണറുകളിൽ ഇന്ത്യൻ കമ്പനികൾ എണ്ണ പ്രകൃതിവാതകം കണ്ടെത്തിയിരുന്നു. പുതിയ തടത്തിൽ നിന്നും വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിക്കാൻ വിശദമായ പഠനം നടത്തും. അതേസമയം ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിലെ അംഗത്വം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ച് UAEയും രംഗത്തെത്തിയിരുന്നു. റഷ്യ ഉൾപ്പെടെ ഒപ്പക് ഇതര എണ്ണ കയറ്റുമതി രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഒപ്പക് പ്ലസിലെ അംഗത്വവും UAE ഉപേക്ഷിച്ചിരുന്നു. മെയ് 1 മുതലാണ് തീരുമാനം പ്രാബല്യത്തിലാവുകയെന്ന് UAE ഊർജ്ജ മന്ത്രാലയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് എണ്ണ ഉൽപാദനവും കയറ്റുമതിയും തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് UAEയുടെ ഞെട്ടിക്കുന്ന തീരുമാനം. ഉൽപാദന നയവും ഉൽപാദനശേഷിയും വിലയിരുത്തിയും ദേശീയ താൽപര്യം മുൻനിർത്തിയും തീരുമാനമെടുക്കുന്നു എന്നാണ് UAE ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കിയത്. 1967 UAE ഒപ്പക്കിൽ ചേർന്നത്. സൗദി അറേബ്യ, ഇറാഖ് എന്നിവ കഴിഞ്ഞാൽ ഒപ്പക്കിലെ ഏറ്റവും വലിയ ഉൽപാദക കയറ്റുമതി രാജ്യവുമാണ് UAE. എണ്ണ ഉൽപാദന നിയന്ത്രണം സംബന്ധിച്ച് ഒപ്പക്കിനുള്ളിൽ നിലനിന്ന തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഒപ്പക് വിട്ടേക്കുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. ഒപ്പക് പ്ലസിലെ തീരുമാനപ്രകാരം UAEക്ക് പ്രതിദിനം 30 ലക്ഷം ബാരൽ വീതം എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കാനാവുക. അതേസമയം 40 ലക്ഷം ബാരലാണ് UAEയുടെ ശേഷി. 2027 ഉൽപാദനം 50 ലക്ഷത്തിലെത്തിക്കുക എന്ന ലക്ഷ്യം UAEയുടെ ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക്കിനുണ്ട്. ഒപ്പക്കിലെ മറ്റ് അംഗങ്ങളുടെ തീരുമാനപ്രകാരം ഉൽപാദനം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നതിൽ UAEക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഹോർമൂസ് പ്രതിസന്ധി ഉണ്ടായത്. മാത്രമല്ല 2050 നെറ്റ് സീറോ എമിഷൻ ലക്ഷ്യം കാണാനായി UAE ശതകോടികളുടെ നിക്ഷേപ പങ്കാളിത്ത പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒപ്പക് പ്ലസ് എന്നിവയ്ക്കുള്ളിൽ തുടർന്ന ലക്ഷ്യം കാണുക പ്രയാസമാണെന്ന വിലയിരുത്തൽ UAEക്കുമുണ്ട്. അംഗത്വം ഉപേക്ഷിച്ചതോടെ ഇനി മുതൽ വിപണി സാഹചര്യം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനാകുമെന്നും UAE വ്യക്തമാക്കി. ഹോർമൂസ് പ്രതിസന്ധി അകലുകയും UAEയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ രാജ്യാന്തര ക്രൂഡ് ഓയിൽ വിപണിയിലേക്ക് കൂടുതൽ സ്റ്റോക്ക് എത്തുകയും വില താഴുകയും ചെയ്യാം. എന്നാൽ അംഗത്വം ഉപേക്ഷിക്കാനുള്ള UAEയുടെ തീരുമാനം ഒപ്പക്കിലും ഒപ്പക് പ്ലസിലും വലിയ അസ്വാരസ്യങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഒപ്പക് പ്ലസിന്റെ അടുത്ത യോഗം കലുഷിതമായേക്കാം. നേരത്തെ 2019 ഖത്തർ ഒപ്പക് അംഗത്വം ഉപേക്ഷിച്ചിരുന്നു. അതിനു മുൻപ് 2012 ഇന്തോനേഷ്യ പിന്മാറിയിരുന്നു. ഖത്തറിന് പിന്നാലെ ഇക്വഡോറും അങ്കോളയും അംഗത്വം ഉപേക്ഷിച്ചു. എണ്ണവില കൃത്രിമമായി പെരുപ്പിക്കുന്ന സംഘടനയെന്നാണ് ഒപ്പക്കിനെ US പ്രസിഡന്റ് ട്രംപ് വിമർശിച്ചിട്ടുള്ളത്. ഇപ്പോൾ സംഘടനയിൽ നിന്ന് UAE പുറത്തു വന്നത് ട്രംപിന്റെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ബലം പകരും. UAE അംഗത്വം ഉപേക്ഷിച്ചത് ഒപ്പക്കിനും ഒപ്പക് പ്ലസിനും കനത്ത ആഘാതവുമാണ്. കൂട്ടായ തീരുമാനമെടുക്കുന്നതിൽ ഒപ്പക്കിന് കഴിയുന്നില്ലെന്ന വിലയിരുത്തലിന് ഇത് ഇടവരുത്തും. ഒപ്പക്കിന്റെ വിശ്വാസ്യതയെയും ശക്തിയെയും ഇത് ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല ഒപ്പക് ദുർബലമായാൽ രാജ്യാന്തര എണ്ണ വിപണിയിൽ USന് മേൽക്കൈ നേടാനുള്ള അവസരവും ഒരുങ്ങും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.